നമസ്കാരം. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടി, പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിന് പ്രതികാരമെന്നോണം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇപ്പോൾ വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് പാകിസ്ഥാന് മാത്രമല്ല, മറ്റു ചില ആഗോള ഭീകരവാദ സംഘടനകൾക്ക് കൂടിയാണ്. ഇപ്പോൾ അൽ ഖ്വയ്ദ ഇന്ത്യൻ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന ഈ ഭൂലോകത്തുണ്ടോ എന്ന് സംശയമാണ്. ആരെങ്കിലും ഒളിഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതല്ലാതെ, അല്ലെങ്കിൽ ഭീഷണി കത്തുകൾ അയക്കുക, ഭീഷണി വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തുവിടുക, ഇങ്ങനെയൊക്കെയാണ് ആയിട്ട് അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങിയിരിക്കുകയാണ്. എങ്കിലും ഇന്ത്യക്കെതിരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇപ്പോൾ അൽ ഖ്വയ്ദ. അൽ ഖ്വയ്ദയുടെ തലവനായിരുന്ന ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വർഷങ്ങളോളം ഒളിപ്പിച്ചിരുന്നു പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ പട്ടാളവും. പക്ഷേ ആ ഒളിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഉറ്റ സൈനിക പങ്കാളി, ഭീകരതയ്ക്കെതിരെ സൈനിക പങ്കാളി എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ തന്നെ അമേരിക്കയെ ചതിച്ചുകൊണ്ട് വർഷങ്ങളോളം അബോട്ടാബാദിൽ ഒളിപ്പിച്ചു വെച്ച ഒസാമ ബിൻ ലാദനെ അമേരിക്ക തന്നെ പിന്നീട് പിടിക്കുകയും അമേരിക്കൻ സൈനികർ അബോട്ടാബാദിലേക്ക് പ്രവേശിച്ച് ഒസാമ ബിൻ ലാദനെ പിടിച്ചുകൊണ്ടുപോയി കൊന്ന് കടലിൽ താഴ്ത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാകിസ്ഥാൻ അഭയം നൽകിയ അതേ അൽ ഖ്വയ്ദ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യൻ സൈനിക നടപടിക്കെതിരെ രോഷം കൊള്ളുകയും ഭീഷണി പുറപ്പെടുവിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നീണ്ട ഭീഷണി കത്താണ് അൽ ഖ്വയ്ദയുടെ പേരിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വർഗീയത വിളമ്പുന്ന, അപകടം പിടിച്ച ഭീഷണികളുള്ള ഒരു കത്താണ് അൽ ഖ്വയ്ദയുടേത്. ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, നിങ്ങളാരും, അതായത് അൽ ഖ്വയ്ദയെ സ്നേഹിക്കുന്ന ആരും തന്നെ, ആഗോള ഭീകരവാദ സംഘടനകളെ സ്നേഹിക്കുന്ന ആരും തന്നെ വെറുതെ ഇരിക്കരുത്. ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യണം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്തണം, ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ അൽ ഖ്വയ്ദയുടെ ഭീഷണി കത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അൽ ഖ്വയ്ദ ഒരു കടലാസ് സംഘടനയാണ് ഇപ്പോൾ. എങ്കിൽ പോലും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്ത്യൻ സുരക്ഷാ സേനയും ജാഗ്രത കാട്ടുകയാണ്. ഇന്ത്യയിലെമ്പാടും വലിയ സുരക്ഷ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നു എന്നൊരു സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത, കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇന്ത്യ. പൊതുസമ്മേളനങ്ങൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്ന ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകൾ കൂടുന്ന ഒന്നും തന്നെ നടത്താൻ പാടില്ല എന്നൊരു നിയന്ത്രണം ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കനത്ത ജാഗ്രത രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനായി കേന്ദ്ര നിർദ്ദേശവുമുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളോടും ചില ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സൈനികർ ഈ ട്രെയിനുകളിൽ പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ സൈനികർ സഞ്ചരിക്കുന്ന ട്രെയിനിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ റെയിൽവേയുടെ എൻക്വയറി കൗണ്ടറുകൾ വഴി പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ തേടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യ വിവരങ്ങൾ ഒരു കാരണവശാലും ബന്ധപ്പെട്ട അധികാരികൾക്കല്ലാതെ ആർക്കും നൽകരുത് എന്നൊരു നിർദ്ദേശം ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയിരിക്കുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ സൈനിക നടപടി തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു സർക്കുലർ കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേ അടക്കം ഇപ്പോൾ ജാഗ്രത പുലർത്തുകയാണ്. സൈനിക നീക്കങ്ങളുടെ വിവരങ്ങളടക്കം പുറത്തു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നിയന്ത്രണങ്ങൾ. അൽ ഖ്വയ്ദയുടെ ഭീഷണി, അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുടെ ഭീഷണിയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭീഷണിയും ഉണ്ടെങ്കിലും രാജ്യം ആത്മവിശ്വാസത്തിലാണ്, നിതാന്ത ജാഗ്രതയിലുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. ഈ വരുന്ന മെയ് 11 മുതൽ തുമ്പമൺ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ദപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത്. എൻ്റെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത്. ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.